വൈകിട്ട് എന്താ പരിപാടി? കല്യാണോ? അമ്മയ്ക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട്, സീനോട്ടിക്ക് ഗിറ്റാർ ക്ലാസ് ഉണ്ട്, പാപ്പാക്ക് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് വ്ളോഗ് എടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാട്ടോ. 2 മണി, ഉച്ചക്ക് 2 മണിയാണ് തുടങ്ങുന്ന. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 2 മണിയാട്ടോ. പക്ഷെ വളരെ വളരെ വൈകിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ചെറിയൊരു ബ്ലോക്ക് കൊണ്ട് അതൊന്നല്ല കേട്ടോ. ഇവിടെ ഒരാൾ കുളിക്കാനും മേക്കപ്പ് ചെയ്യാനും സമയം എപ്പോഴുള്ള ഒരു കാര്യമാണ്. എപ്പോഴുള്ളതാ. പാലക്കാട് കൽപ്പറ്റ പോകുന്ന റൂട്ടാണത്. ആകെ യാത്രയുടെ ഒരു സുഖം തന്നെ ഈ റൂട്ട്. കുറച്ച് കാടൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ 2 മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അവരാക്കിയിട്ട്. രസമാണ് നമുക്ക് ലൈഫ് മൊത്തം ഇങ്ങനെ. നമ്മൾ എടുക്കുന്ന എഫേർട്ടൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതിയില്ലേ ഇനി വലുതാകുമ്പോ. നമ്മളെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ രാജകുമാരികളെ ചിലപ്പോ ഞാൻ യൂട്യൂബില് വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഓർമ്മയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഓടിയിട്ടുണ്ട്. നമ്മള് മറന്നു പോലെ അമ്രി പറയാൻ പറ്റൂല. അല്ല അമ്രി, 2 പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇവർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ട്. ചിലപ്പോ അതിന് പോകും, അല്ലെങ്കിൽ ലച്ചിന്റെ കൂടെ ഞങ്ങൾ മുറിക്കാം റിസോർട്ടിലേക്ക് പോകും. അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഉണ്ടാവും. മുറിക്കാപ്പിലേക്കാണെങ്കിലും കല്യാണത്തിനേക്കാണെങ്കിലും വീഡിയോ ഉണ്ടാവും. ഒരാള് ലെൻസൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നേ. ഞാൻ അപ്പ പറഞ്ഞില്ലേ, വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ചിട്ടാ സിനോട്ടി ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയച്ചോ? എവിടെ വെച്ചു? കൽപ്പറ്റ എത്തിട്ടോ ഞങ്ങള്. ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് മുമ്പ് എപ്പിച്ചിട്ട് പ്രോഗ്രാം കാണാൻ വന്ന സ്ഥലം. ചുമേൻ്റെ മരുന്ന് കുടിച്ചിട്ട് ഡ്രസ്സിലൊക്കെ അല്ലല്ല ബുക്ക് ഇതാ. സീനോട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം എന്ത് കയ്പാന്നറിയാം. ആർക്കും ഒരാളെ ബുക്കില്ല. അവിടെ കണ്ടുണ്ട്. ഇത് പിടി ഇനിയിപ്പോ സിനിമ ക്ലാസ് ഉണ്ട്. കുട്ടിക്കത് നെക്സ്റ്റ് ഫ്ലോറിൽ അവിടെയാണ് കേട്ടോ ഇവിടുത്തെ ഓഫീസെല്ലാം. എവിടേക്ക് അപ്പം എല്ലാം കഴിഞ്ഞ് ഫീയൊക്കെ അടച്ച് ഞാൻ പിന്നെ താഴെ ലച്ചിൻ്റെ അടുത്തേക്ക് പോകും. എല്ലാ പാരൻസും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ വയലിൻ പ്രാക്ടീസ് ചെയ്യുന്ന താഴെയാണ്.
ഇരിക്കുന്നു. ഒരു മാസം 4 ക്ലാസ്സാണ് കേട്ടോ അത് വരുന്നത്. മിസ്സാവുന്ന ക്ലാസ് നമുക്ക് വേറെ ദിവസം പോയി ഇത് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ കുട്ടികളെ ക്ലാസ്സിലാക്കി ഞങ്ങൾ പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊന്ന് പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള യാത്ര. ഒന്നെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാനുള്ള മൂഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നൊരു കോഫിയോ ജ്യൂസോ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം അതന്നെ. അവർക്കറിയാം ഞങ്ങള് മുങ്ങുന്നുള്ളത് കേട്ടോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ എവിടെയാന്നാ ചോദിക്കാം. അപ്പൊ നല്ല തിരക്കാണ്, നല്ല വെയിലാണ്. ഭാരതൊക്കെ പാസ് ചെയ്ത് അല്ലെങ്കിൽ നെസ്റ്റോ അല്ലെങ്കിൽ ചെറിയ ബൈക്ക് ഞങ്ങൾ വന്നതാ നെസ്റ്റോ. 51 varieties of tea. അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാം. കടൽ കഫേ ഇട്ടോ. അറബിക്ക്, തുർക്കിഷ്, ഇറ്റാലിയൻ, മലബാർ, നോർത്ത് ഇന്ത്യൻ. പുതിയ ലോഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഫ്രീ ഡെമോ ക്യാമ്പസ് സ്ക്രാച്ച്. ഒരു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ലേക്ക് പോകുക. ബബിൾ ടീയിൽ സ്ട്രോബെറിയും വാട്ടർ മെലണും ഇല്ല. ചോക്ലേറ്റ് ഉണ്ടോ? കോഫി ചോക്ലേറ്റ്. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഈവൻ ഫോൺ പർച്ചേസ് ചെയ്യണമെങ്കിൽ വരെ അവർ ചെയ്തു തരും. 3:15 തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് 4:10 മത്സരം അവസാനിക്കും. 3:15 to 4:15 ഓക്കെ, 1 hour. ഒരു കയ്യിലാണ് ഉള്ളത്. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷുകളിലൂടെ ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങിയാൽ മാത്രം
റെസ്റ്റോറാണ് കേട്ടോ എൻ്റെ മേളിലെ ഫ്ലോറിൽ മാജസ്റ്റിക് എന്ന് പറഞ്ഞ ഷോപ്പ്. ബാംഗിൾസ് ഉണ്ട്, ബ്രാഡ്സിനൊക്കെ ഹെവി വേണോ? ഹെവി ആണ്. ഇപ്പം നേരത്തെ കണ്ട മോതിരത്തിൻ്റെ കേട്ടോ. കോസ്മെറ്റിക്സ് എല്ലാ ടൈപ്പും ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ല റേറ്റും ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈസ്. ആരസിനോ എങ്ങനെയുണ്ടായിരുന്നു? ആ പുതിയ പാട്ട് ചെയ്തന്നെ. അഭിജ പഠിച്ചിട്ടോ? അഭിജ ഏതാ അല്ല ഏതാ ഏതാ പാട്ട്? ചോടുണ്ടോ? ജിക്കുൾ പേ ആ ഇതില്ലേ അത് ഏത് പാട്ടേതാ? കൊറേ കുട്ടിയൊക്കെ എനിക്കൊന്ന് ഗ്രൂപ്പായി വായിക്കാന്. ഈ റൂട്ട് സ്ഥിരം കാണാത്ത റൂട്ട് എന്റെ വീഡിയോയിൽ അധികം കാണില്ല, കാരണം നമ്മുടെ വീട്ടിലുള്ള വഴിയല്ല പോകുന്നത്. റോസ്റ്റഡ് എന്താ ഉഷാറില്ലേ? ഇന്നത്തോടെ നിർത്തിക്കോണം. നിർത്തിക്കോ. സിമ്രൻ സുൽത്താന അങ്ങനെ ഖത്തറിൽ എപ്പോഴും ഇതുപോലെ കേട്ടോ. ഒരു കാര്യം മനസ്സിൽ ലക്ഷ്യം നിൽക്കും, മാറി മാറി. അതുപോലെ തന്നെ ഇപ്പോ ഖത്തറിലേക്ക് ഞാൻ എല്ലാത്തിനും വെറൈറ്റി ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കണം. 3:30 മണിക്ക് റോസ്റ്റഡ് കഴിക്കാൻ വന്നു. റോസ്റ്റഡ് ആണോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ വല്ലതും ആവുമെന്ന് പറയാൻ പറ്റില്ല. വേറെ ഒന്നും ആവത്തില്ല. റോസ്റ്റഡ്
ഒരു പ്രോൺസ് റോസ്റ്റ് ഒരു പ്രോൺസിന്റെ റോസ്റ്റ് ഇത് ഞങ്ങൾ മദർസിലുണ്ട് എപ്പോഴും ഞങ്ങൾ പറക്കും ഈ അച്ഛൻ എല്ലില്ലാത്ത പറയല്ല കേട്ടോ. വൈകുന്നേരം ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ പരിസരത്തോടൊക്കെയാണെങ്കിൽ മസ്റ്റായിട്ട് നടക്കാം. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എല്ലാം പറ്റും. ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. കൊടുത്തു എത്രയോ വയറ് നിറഞ്ഞോ. ബ്രോസ്റ്റഡ് ആണോ? ആടാ. ഹലോ. അപ്പതാ ഞങ്ങൾ ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. വീട്ടിൽ പോയി ഫ്രഷായി. ഡ്രസ്സൊന്നും ആരും മാറിയില്ല കേട്ടോ. വീട്ടിൽ പോയി നല്ല ഫേസ് ഒക്കെ കഴുകി. ഞാനും മാത്രം മാറി. സ്റ്റേജ് ഷോന് നമുക്കിങ്ങനെ ഡ്രസ് ചേഞ്ച് നനച്ച ഡ്രസ്സ് മാറി. അപ്ഡേറ്റ് ഇല്ലാണ്ട് പരിപാടിക്ക് നോക്കിയിട്ടുണ്ട്. ഞങ്ങളെ കല്യാണം പാർട്ടി മാറ്റി വെച്ച് ഞങ്ങൾ മുറിക്കാപ്പിലോട്ട് പോകും. മുറിക്കാപ്പിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കാണാൻ അതൊക്കെ ചെറിയ രീതിയിൽ. അപ്പോൾ ഇന്നും കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതാണ്. ആമ്പിക്കുട്ടി ഒന്ന് പഠിച്ചതാട്ടോ. പാട് അത് കഴിഞ്ഞ പാടന്നെ കൂട്ടായിട്ട് ഇയാളെപ്പം മുറിക്കാപ്പി പോകുമ്പോ ഇയാളുണ്ടാവും. ചിലങ്കകൾ പാടുന്നു അകലേതോ. നമ്മൾ മുറിക്കാപ്പിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ചാടി പുറപ്പെടുന്നത്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി.
അവിടെ എത്തുന്നവരെ ഇതുപോലുള്ള നല്ല കാഴ്ച കാണും. പിന്നെ ഈ ഒരു വൈകുന്നേരത്തെ ക്ലൈമറ്റ് മണ്ണുകൊണ്ടുണ്ടാക്കിയ ചക്ക ഐറ്റ് പറഞ്ഞ ചക്ക ചെറിയ ആലയൊക്കെ ഉണ്ട് അപ്പുറത്ത്. അവിടെ പശുണ്ട്. ഇങ്ങനത്തെ കുറേ നാട്ടുമ്പുറ കാഴ്ചകൾ കാണാം. കൊത്തോട്ടോ വീടൊക്കെ ഒരു സാറിൻ്റെ അടുത്ത് ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം ഇപ്പോൾ കാണും. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുമ്പോ ഞാൻ മറ്റേ പക്ഷേ മുറി ക്യാമ്പിൻ്റെ എൻട്രൻസിൽ അവിടെ ഇങ്ങോട്ട് മേളിലേക്ക് കയറി വരണം കേട്ടോ. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ പ്രോഗ്രാം ഇവിടെ അല്ല കേട്ടോ, ഫംഗ്ഷൻ നടക്കുന്ന ഇവിടെ അല്ല, നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ഇവർക്ക് വേണ്ടി വന്നതാണ്. അവിടെ ഒരു ബോർഡും ഉണ്ട്. എന്താ ഇത്? ഓൺലി ഫോർ ബിലോ 12 years. ഞാൻ കയറിയിരിക്കുന്ന എനിക്കധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം. നിങ്ങൾ ബാലൻസ് ആവില്ലല്ലോ സിനു. ഒരമ്പിളിക്കുട്ടി. അപ്പം ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാം. ഇന്ന് രാവിലെ തൊട്ടേ ഓട്ടമായിട്ട് നല്ല ടയേർഡാണ്. ഈ ടൈമിൽ ഈവനിങ് 6 മണി 7 മണി സമയത്ത് അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നെച്ച് വിളിക്കുന്നുണ്ട് ഇടാവുന്നതുകൊണ്ട്. ബട്ട് അതുകൂടെ ഒന്ന് കാണാം. ഒരു ടാസ്ക്കാണ് അവിടെ എത്തുന്നത്. പേടിക്കുന്നു. തീരെ വെളിച്ചല്ല. പക്ഷേ വെളിച്ചല്ല. അതെ കേട്ടോ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ശരിക്കും നമ്മൾ കുറച്ച് നേരത്തെ വന്നപ്പോൾ നേരെ സിബ്ലൈൻ എന്നിട്ട് അവിടുന്ന് ഫുൾ ഇങ്ങനെ അഡ്വഞ്ചർ ഇങ്ങനെ പോകുന്നു. നമുക്കൊരു 5 മണിക്ക് വിടാം. അമ്പിളി നമ്മള് പേടിയാട്ടോ. അപ്പോൾ ഞങ്ങൾ മോറി ക്യാപ്പിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ. ഞാൻ താഴത്തെ എൻ്റെ തടിയുള്ളവർക്കൊന്നും നടക്കൂലേ. അടിപൊളി കേട്ടോ. സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. സിറ്റിംഗ് നോക്ക്
ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇരുട്ടായിട്ടോ. ഞാൻ ചെറിയ ചീത്ത പറയുന്നുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ കേട്ടോ. പക്ഷെ ഇവിടെ നൈറ്റാണ് കേട്ടോ വൈബ്. കാണാൻ ഏറ്റവും രസം നൈറ്റാണ്. ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ ബ്യൂട്ടി മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷെ അത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു മുറിക്കാപ്പിൻ്റെ ഭംഗി അത് വേറെ തന്നെയാണ്. 7 മണിക്കാട്ടോ അത് തുടങ്ങുന്നത്. മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. सोनी सुन जरा सोनी सुन जरा. ഇത് എത്രയോ 4 കിലോമീറ്റർ അപ്പുറം വരെ വണ്ടി. കൈ പിടിച്ചാലും പറ്റൂല. നോക്കപ്പാ ഇങ്ങനത്തെ വെറൈറ്റി. ആ നമ്പർ ആണോ ഗൂഗിൾ പേ? ഗൂഗിൾ പേ പള്ളി. ഞങ്ങൾ ഈ വണ്ടി ഒന്ന് തിരിക്കാൻ വേണ്ടിട്ട് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നല്ലേ. നീ ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശ്നം എനിക്ക് എനിക്ക് എന്താ പറയാ ഇങ്ങനെ തിങ്ങി പിടിച്ച ആളായിരിക്കും ഈ ലാസ്റ്റ് ദിവസമൊക്കെ അവിടെ ഉണ്ടാവുക. ഗാനമാണ് ഞാൻ ഫസ്റ്റ് കേട്ട് വളർന്നത് ഇവിടുന്നല്ലേ. ആദ്യമായിട്ട് പാട്ട് കേൾക്കുന്നത് ഇവിടുന്ന. ഇവിടെ ഇങ്ങനെ കൊത്തിക്കുന്ന അഞ്ഞൂറ് തുളസി തൈലം ഒരു ഇതിനു മുമ്പ് ഈ തൈലം വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ധാരാളം വളരെ ഫലപ്രദമായ തൈലമാണ്. വാങ്ങി ഉപയോഗിക്കൂ. തുളസി തൈലം ഉപയോഗിക്കേണ്ട ക്രമം: തലവേദനയ്ക്ക് അല്പം തൈലം കയ്യിലെടുത്ത് നെറ്റിയുടെ ഇരുവശത്തും നന്നായി പുരട്ടുക. അല്ലെങ്കിൽ അല്പം തൈലം തുണിയിൽ നന്നായി നനച്ചെടുത്ത് തുണി ടൂർ ഇനി വയനാടിന് സ്വന്തം. എൻജോയ് വിത്ത് യുവർ ഫാമിലി. കുടുംബത്തോടൊപ്പം ഒരു ഒട്ടക സവാരി.